അമൽ, വ്യാഴാഴ്ച പരാതി കൊടുക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നിമിഷം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേര് പോയി ചിത്രങ്ങൾ വരെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. ആര്യ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഞാൻ ചോദിച്ചത്, ഈ വ്യാഴാഴ്ചയാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് ആ പെൺകുട്ടി ആരാണ്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ആ പെൺകുട്ടിയുടെ പേര്, വിവരങ്ങൾ എല്ലാം വ്യക്തമാകുന്ന രീതിയിലുള്ള അതിക്രൂരമായ സൈബർ അധിക്ഷേപമാണ് ആ പെൺകുട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുത്തതിന് പിന്നാലെയും അതിനു മുൻപുമെല്ലാം ഇത് ആര് എന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരുടെയും പേരെടുത്ത് പരാമർശിച്ച് അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായി ഓഫീസിലേക്ക് എത്തുമ്പോൾ തന്നെ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇത് ആരാണ് എന്നൊക്കെ കൃത്യമായുള്ള വിവരം ലഭിച്ചതാണ്. പക്ഷേ അവരുടെ സ്വകാര്യത എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പരാതി കൊടുത്താൽ പിന്നെ അവർ അതിജീവിത എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. അതിനാൽ ഒരു വിധത്തിലും അവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അതിനുശേഷം ചില ചാനൽ ചർച്ചകളിലും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ചില ഇടപെടലിലൂടെയൊക്കെ ഈ പറയുന്ന അതിജീവിതയുടെ പേര് അല്ലെങ്കിൽ ഇവർ ആരാണ് എന്ന് ചില സൂചനകൾ നൽകും വിധത്തിലുള്ള പരാമർശങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് കൃത്യമായി തന്നെ ഈ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തി, പേരുവിവരം എന്നുള്ളത് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയ ആളുകൾ ഉണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉടൻ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ട ആളുകൾക്കെതിരെയും ഫേസ്ബുക്കിലൂടെയും മറ്റുമൊക്കെ ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾക്കെതിരെയും കേസെടുക്കും എന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ കേസിൽ ഇപ്പോൾ നടപടി ഉണ്ടാവുകയാണ്. രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ വിളിപ്പിച്ചു എന്നതൊക്കെ മാറ്റി നിർത്താം. രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ കൊണ്ടുവരികയാണ്. രാഹുലിനൊപ്പം ഭാര്യയും ഉണ്ട് എന്നുള്ളതാണ് രാഹുലിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പ് രാഹുലിനോട് 2 വട്ടം സംസാരിച്ചിരുന്നു. ഇപ്പോൾ രാഹുൽ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. പക്ഷേ രാഹുൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെ അവർ അത് വിലക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ, അവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ചില സൂചനകൾ നടത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട, ചാനൽ ചർച്ചകളിൽ അത്തരം പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ തുടർന്നും കേസുകൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. എന്തായാലും രാഹുലിനെ ഇനിയിപ്പോൾ രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ, രാഹുലിനെ എതിരെ കൂടുതൽ കടുത്ത നടപടി ഉണ്ടാകുമോ, അതോ രാഹുലിനോട് ഇത്തരം ഈ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ ചില വീഡിയോകളും മറ്റുമൊക്കെ രാഹുൽ ചെയ്തിരുന്നു. ഒരു ലാപ്ടോപ്പ് ഉയർത്തി കാണിച്ചാണ് രാഹുൽ നിരന്തരമായി ഇത്തരം വീഡിയോകളും മറ്റുമൊക്കെ ചെയ്തിരുന്നത്. അതൊക്കെ കസ്റ്റഡിയിലെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും രാഹുൽ ഈശ്വറിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഈ പറയുന്ന സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ എത്തിക്കുകയും ചെയ്യും. അറിയാം. ശരി, ഇപ്പോൾ കസ്റ്റഡിയിലാണോ കസ്റ്റഡിയിലല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ഇപ്പോൾ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്.